പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുന്നിനായി ലാക്കിലേക്ക് ഓടുന്നു. നമുക്കറിയാം, ഫിലിപ്പിയരുടെ ലേഖനം പൗലോസ് എഴുതിയിരിക്കുന്നത്. ഈ ലേഖനം വേദപണ്ഡിതന്മാർ പറയുന്നത് പോൾസ് ജോയ് ലെറ്റർ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇവിടെ പൗലോസ് ലീഗ എഴുതിയത്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറക്കുന്നു. ഹീസ് ഡൂയിങ് വൺ തിങ്, ഹീസ് ഫോർഗെറ്റിംഗ് ഹിസ് പാസ്റ്റ്. അവൻ മനഃപൂർവ്വം അവൻ്റെ പാസ്റ്റിനെ മറക്കുക. എന്തുമായിരുന്നു പൗലോസിൻ്റെ പാസ്റ്റ്? പൗലോസിൻ്റെ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ക്രിസ്തു യേശു ആരാ എന്ന് ചോദിച്ച ഒരു സമയമുണ്ടായിരുന്നു. ആരാ ക്രിസ്തു യേശു എന്ന് ചോദിച്ച ഒരു സമയമുണ്ടായിരുന്നു. ആ കാര്യമായി പൗലോസ് ലീഹ മറക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ പഴയ കാര്യം ഓർത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് നമുക്ക് ഓടാൻ ശ്രമിക്കാൻ പറ്റത്തില്ല. പഴയ കാലത്ത് നമ്മൾ എന്തുവാ ചെയ്തത്, അല്ലെങ്കിൽ ദൈവത്തിനു വേണ്ടി നമുക്ക് ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ദൈവത്തിനു വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന ആ ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ മുമ്പോട്ടും ദൈവത്തിനു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ കാര്യമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പിൻപിനുള്ളതിനെ മറക്കുക. ഇതുവരെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് മറക്കുക. മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൻ്റെ വിളിക്കായി, ദൈവത്തിൻ്റെ പരമവിളിക്കായി ലാക്കിലേക്ക് ഓടുന്നു. ക്രിസ്തു യേശുവിൻ്റെ വിളിക്കായി നിങ്ങളൊരു ശ്രമിക്കണം. സ്ഥിരതയോടെ ഓടുവാൻ. നമ്മൾ ഓട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കണം, നടക്കുകയല്ല. നമ്മൾ ഇന്ന് തുടങ്ങുവാണെങ്കിലും ഓടാൻ ശ്രമിക്കുക. ദൈവത്തിനു വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളൊരു ശ്രമം ചെയ്താലേ ദൈവം ഒരു അത്ഭുതം അവിടെ പ്രവർത്തിക്കത്തുള്ളൂ. നിങ്ങൾ പഴയത് മറന്നത് ദൈവത്തിന് വേണ്ടി പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ദൈവം ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ലക്ഷ്യം എന്താ